ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു, ആരാധിച്ചു. ശിശുവിനെയും കണ്ട് വണങ്ങി ആരാധിച്ചു. ആര്? ആട്ടിടയർക്ക് ഇതാ ദൂതന്റെ സന്ദേശം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നമ്മൾ ആരംഭത്തിൽ പഠിച്ച വചനഭാഗങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഇതാ ദൂതൻ അവരെ സ്വർഗത്തിന്റെ സന്ദേശം അറിയിക്കുമ്പോൾ അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. പ്രിയമുള്ളവരെ, സന്തോഷത്തിന്റെ സദ്വാർത്ത ഇരുളിൽ കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് ക്രിസ്തു നൽകിയ സന്തോഷത്തിന്റെ സദ്വാർത്ത കേട്ടപ്പോൾ അവർ അതിവേഗം പോവുകയാണ്. അവർ അതിവേഗം പോയി ഇതാ ഈശോയുടെ പക്കലെത്തി. ഈ യാത്രയിൽ അവർ പല കാര്യങ്ങളും മറന്നിട്ടുണ്ട്. അതിവേഗം തിടുക്കത്തിൽ അവര് പോവുകയാണ്. പ്രിയമുള്ളവരെ, തിടുക്കത്തില് അതിവേഗം, അതായത് ഈശോയെ കുറിച്ച് കേട്ടപ്പോൾ പിന്നെ മറ്റൊന്നും ആലോചിക്കുന്നില്ല. അതിവേഗം തിടുക്കത്തിൽ പോവുകയാണ്, തീഷ്ണതയിൽ പോവുകയാണ്. തിടുക്കത്തിൽ അവര് ഇതാ ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ, കാലിത്തൊഴുത്തിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അവരുടെ ഹൃദയം സന്തോഷത്താൽ നിറയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ അതിവേഗം പോകുന്ന കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ മക്കള്, പ്രിയപ്പെട്ടവര് ഭവനത്തിൽ നിന്നും വിദൂരങ്ങളിലാണ്, അവധിക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം. ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ, ഞാൻ 8ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിലാണ് പഠിച്ചത്. അപ്പോൾ ഓരോ അവധി കഴിഞ്ഞ് വീണ്ടും ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ സെമിനാരിയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ കലണ്ടറിൽ ഞങ്ങൾ ഡേറ്റ് എണ്ണാൻ തുടങ്ങും. 100, 99, 98, 97 ഇങ്ങനെ എണ്ണി അവസാനം വീട്ടിൽ പോകേണ്ട സമയമാകും. പ്രിയമുള്ളവരെ, ഭയങ്കര ഒരു വെപ്രാളം. അന്നത്തെ പരീക്ഷ 2 മണിക്കൂറിൻ്റെ പരീക്ഷ 1.5 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കും. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും പരീക്ഷയ്ക്ക് സമയമുണ്ടാവുകയില്ല. പക്ഷേ അന്ന് തിടുക്കവാ. കാരണം ഉണ്ടല്ലോ, വീട്ടിൽ പോകാം, മാതാപിതാക്കളോട് പ്രിയപ്പെട്ടവരോടൊപ്പമായിരിക്കാം എന്നുള്ള ആനന്ദം നമ്മളെ തിടുക്കത്തിൽ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമ്മളെ ഒരുക്കും. പ്രിയമുള്ളവർ, അതൊരു സന്തോഷമാണ്. അപ്പോൾ വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരുന്നതും പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുന്നതുമെല്ലാം നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമാകുമ്പോൾ മറ്റെല്ലാം നമുക്ക് മാറ്റിവെക്കുവാനായിട്ട്, നമ്മുടെ തിരക്കുകളൊക്കെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും നമ്മളതെല്ലാം മാറ്റിവെക്കും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ വിവാഹമുണ്ടെങ്കിൽ എന്തെല്ലാം തിരക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളതൊക്കെ മാറ്റിവെച്ച് നമ്മളതിന് പോകും. ഇല്ലേ? അത് തന്നെ നമ്മൾ പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്